ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യൂണിവേഴ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ശാസ്ത്രീയ തെളിവുകളിലൊന്നായ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അഥവാ CMB യെക്കുറിച്ചാണ്. ഇതൊരു സാധാരണ റേഡിയേഷൻ അല്ല. യൂണിവേഴ്സിന്റെ ബാല്യകാലത്തിൽ നിന്നെത്തുന്ന പ്രകാശമാണിത്. ബിഗ് ബാങ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നതിന് ലഭ്യമായ ഏറ്റവും വിശ്വസനീയമായ തെളിവുകളിൽ ഒന്നായി ശാസ്ത്രലോകം ഇതിനെ അംഗീകരിക്കുന്നു. ഈ കഥ മനസ്സിലാക്കാൻ നമുക്ക് ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോകേണ്ടിവരും. ബിഗ് ബാങ് നടന്ന ഉടനെ യൂണിവേഴ്സ് അത്യന്തം ചൂടും സാന്ദ്രതയും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ടെമ്പറേച്ചർ വളരെ ഉയർന്നതിനാൽ ആറ്റംസ് രൂപപ്പെടാൻ പോലും കഴിയില്ലായിരുന്നു. യൂണിവേഴ്സ് മുഴുവൻ അയനൈസ്ഡ് പ്ലാസ്മ ആയിരുന്നു, അതായത് ഫ്രീ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ഫോട്ടോൺസ് എന്നിവ ചേർന്ന ഒരു ചൂടേറിയ ദ്രവ്യാവസ്ഥ. ആ കാലത്ത് പ്രകാശത്തിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. ഫോട്ടോൺസ് തുടർച്ചയായി ഫ്രീ ഇലക്ട്രോൺസിനോട് ഇടിച്ചു സ്കാറ്ററിംഗ് അനുഭവിച്ചു. ഇതുകൊണ്ട് യൂണിവേഴ്സ് ഒപേക്ക് ആയിരുന്നു, അഥവാ പ്രകാശം പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരു കട്ടിയുള്ള ഫോഗ് ഉള്ളിടത്ത് ദൂരെയൊന്നും കാണാൻ കഴിയാത്തതുപോലെ ആ ആദ്യകാല യൂണിവേഴ്സും കാണാനാവാത്തതായിരുന്നു. ബിഗ് ബാങ് കഴിഞ്ഞ് ഏകദേശം 3,80,000 വർഷങ്ങൾക്കുശേഷം യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തതോടെ ടെമ്പറേച്ചർ ക്രമേണ കുറഞ്ഞു. ടെമ്പറേച്ചർ ഏകദേശം 3000 കാൽവിൻ ആയപ്പോൾ ഒരു നിർണായകമായ മാറ്റം സംഭവിച്ചു. ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ചേർന്ന് ആദ്യമായി ന്യൂട്രൽ ഹൈഡ്രജൻ ആറ്റംസ് രൂപപ്പെട്ടു. ഈ ഘട്ടത്തെ റീകോമ്പിനേഷൻ ഇറ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് കുറയുന്നതോടെ ഫോട്ടോൺസ് ഇനി തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ തുടങ്ങി. യൂണിവേഴ്സ് സഡൻലി ട്രാൻസ്പാരന്റ് ആയി. ആ നിമിഷത്തിൽ പുറപ്പെട്ട പ്രകാശമാണ് ഇന്ന് നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആയി കണ്ടെത്തുന്നത്. ഇത് യൂണിവേഴ്സ് ആദ്യമായി പ്രകാശം പുറത്തുവിട്ട നിമിഷത്തിന്റെ ഒരു ഫോസൽ ലൈറ്റ് എന്നുപോലും വിശേഷിപ്പിക്കപ്പെടുന്നു. ആദ്യത്തിൽ ഈ റേഡിയേഷൻ വിസിബിൾ ലൈറ്റ് റേഞ്ചിലായിരുന്നു, കൂടാതെ വളരെ ഉയർന്ന എനർജി ആൻഡ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ യൂണിവേഴ്സ് ബില്യൺ വർഷങ്ങളായി എക്സ്പാൻഡ് ചെയ്യുന്നതിനാൽ സ്പേസ് തന്നെ സ്ട്രെച്ച് ചെയ്യപ്പെട്ടു. സ്പേസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് വേവ്സിനും സ്ട്രെച്ച് സംഭവിക്കുന്നു. വേവ് ലെങ്ത് കൂടുകയും എനർജി കുറയുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ റെഡ് ഷിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഫലമായി ആ പഴയ വിസിബിൾ ലൈറ്റ് ഇന്ന് മൈക്രോവേവ് റീജിയനിലേക്ക് മാറി. അതിനാലാണ് ഇതിനെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. നാം ഇന്ന് കാണുന്ന ഈ റേഡിയേഷൻ യൂണിവേഴ്സ് ഏകദേശം 3,80,000 വയസ്സുള്ളപ്പോൾ പുറപ്പെട്ടതാണ്. അതായത് വളരെ ദൂരെയുള്ള ഭാവിയെ കാണുന്നതുപോലെ നാം യൂണിവേഴ്സിന്റെ വളരെ പഴയ കാലഘട്ടത്തെ നേരിട്ട് നിരീക്ഷിക്കുകയാണ്. ഇതൊരു കോസ്മിക് ടൈം കാപ്സൂൾ പോലെയാണ്. CMB കണ്ടെത്തിയത് 1965-ൽ ആനോ പെൻസിയേഴ്സ്, റോബർട്ട് വിൽസൺ എന്ന 2 ശാസ്ത്രജ്ഞരാണ്. അവർ ഒരു റേഡിയോ ആന്റിന ഉപയോഗിച്ച് മൈക്രോവേവ് സിഗ്നൽസ് മെഷർ ചെയ്യുന്നതിനിടയിൽ ഒരു സ്ഥിരമായ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കണ്ടെത്തി. ഉപകരണങ്ങളിൽ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിച്ചു, ആന്റിന ശുദ്ധമാക്കി, എല്ലാ ടെക്നിക്കൽ കാരണങ്ങളും പരിശോധിച്ചു. പക്ഷേ നോയ്സ് മാറിയില്ല. കൂടുതൽ പഠിച്ചപ്പോൾ ഈ സിഗ്നൽ ഭൂമിയിൽ നിന്നോ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നോ വരുന്നതല്ലെന്ന് അവർ മനസ്സിലാക്കി. അത് എല്ലാ ദിശകളിൽ നിന്നുമാണ് ഒരേ ഇന്റൻസിറ്റിയിൽ എത്തുന്നത്. യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞ ഒരു റേഡിയേഷൻ ആണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ബിഗ് ബാങ് തിയറി മുമ്പേ പ്രഡിക്റ്റ് ചെയ്തിരുന്ന റേഡിയേഷൻ തന്നെയാണിത് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഈ കണ്ടെത്തൽ കോസ്മോളജിയിലെ ഒരു വലിയ മൈൽസ്റ്റോണായി മാറി. പിന്നീട് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. ബിഗ് ബാങ് തിയറിയുടെ ഒരു പ്രധാന പ്രവചനം യൂണിവേഴ്സ് ഒരിക്കൽ വളരെ ചൂടും സാന്ദ്രതയുമുള്ള അവസ്ഥയിലായിരുന്നു എന്നതാണ്. അത്തരമൊരു ചൂടേറിയ തുടക്കമുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ശേഷിപ്പായി ഒരു ഫെയിന്റ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഇന്ന് ഉണ്ടായിരിക്കണം. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി ഈ പ്രവചനത്തോട് പൊരുത്തപ്പെടുന്നു. ഇന്ന് CMB-യുടെ ടെമ്പറേച്ചർ ഏകദേശം 2.725 കാൽവിൻ ആണ്. ഇത് ആബ്സല്യൂട്ട് സീറോയ്ക്ക് വളരെ അടുത്തതാണ്. അതിലേറെ അതിശയകരമായ കാര്യം യൂണിവേഴ്സ് മുഴുവൻ ഈ ടെമ്പറേച്ചർ വളരെ യൂണിഫോം ആണ് എന്നതാണ്. ഇത് യൂണിവേഴ്സ് ഒരിക്കൽ മുഴുവനും തേർമൽ എക്വിലിബ്രിയത്തിൽ ആയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതായത് എല്ലായിടത്തും ഒരേ ഫിസിക്കൽ കണ്ടീഷൻസ് നിലനിന്നിരുന്നു. എന്നിരുന്നാലും ഈ റേഡിയേഷൻ പൂർണ്ണമായും ഒരേപോലെയല്ല. വളരെ ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടെന്ന് COBE, WMAP, പ്ലാങ്ക് പോലുള്ള സാറ്റലൈറ്റ് മിഷൻസ് കണ്ടെത്തി. ഈ ഫ്ലക്ച്വേഷൻസ് ഏകദേശം 0.0001 കാൽവിൻ മാത്രം വ്യത്യാസമുള്ളവയാണ്. പക്ഷേ കോസ്മോളജിയിൽ ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ ചെറിയ ഡെൻസിറ്റി വേരിയേഷൻസ് തന്നെയാണ് പിന്നീട് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ വഴി മാറ്റർ ഒന്നിച്ചുചേരാൻ കാരണമായത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവ ഗാലക്സീസ്, സ്റ്റാർസ്, പ്ലാനറ്റ്സ് എന്നിവയായി രൂപപ്പെട്ടു. അതായത് ഇന്നത്തെ കോസ്മിക് സ്ട്രക്ചർ രൂപപ്പെടാൻ വിത്തുവച്ചത് ഈ ചെറിയ അസമത്വങ്ങളാണ്. CMB-യുടെ മറ്റൊരു ശക്തമായ തെളിവ് അതിന്റെ ബ്ലാക്ക് ബോഡി സ്പെക്ട്രമാണ്. ഈ റേഡിയേഷൻ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി കർവ് പിന്തുടരുന്നു. ഇത് മാറ്റർ ആൻഡ് റേഡിയേഷൻ ഒരിക്കൽ തേർമൽ ഈക്വിലിബ്രിയമിലായിരുന്നുവെന്ന് വ്യക്തമായി കാണിക്കുന്നു. ഈ പ്രത്യേകത ബിഗ് ബാങ് മോഡൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. മറ്റു പല ഓൾട്ടർനേറ്റീവ് കോസ്മോളജിക്കൽ മോഡൽസിനും ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് നമ്മെ ഒരു അടിസ്ഥാന സത്യത്തിലേക്ക് നയിക്കുന്നു. യൂണിവേഴ്സിന് ഒരു തുടക്കമുണ്ടായിരുന്നു.
അത് ചൂടും ഊർജ്ജവും നിറഞ്ഞ ഒരു ആരംഭമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ റേഡിയേഷൻ യൂണിവേഴ്സിന്റെ ആദ്യകാല ചരിത്രത്തിന്റെ നേരിട്ടുള്ള തെളിവാണ്. നാം രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളെക്കാൾ പഴയ ഒരു പ്രകാശം യൂണിവേഴ്സ് മുഴുവൻ ഇപ്പോഴും യാത്ര ചെയ്യുകയാണ്. ഏകദേശം 13 ബില്യൺ വർഷങ്ങളായി അത് സ്പേസിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശം യൂണിവേഴ്സിന്റെ ജനനകാലത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് കൊണ്ടുവരുന്നത്. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് പഠനം ഇന്നും തുടരുകയാണ്. കൂടുതൽ കൃത്യമായ മെഷർമെന്റ്സ് വഴി യൂണിവേഴ്സിന്റെ വയസ്സ്, ഘടന, ജിയോമെട്രി, ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ചുള്ള അറിവ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മെ ഒരു വലിയ തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. യൂണിവേഴ്സിന്റെ ചരിത്രം നമ്മൾ വെറും നിരീക്ഷിക്കുന്നതല്ല, അതിന്റെ ആദ്യ പ്രകാശത്തിന്റെ ശേഷിപ്പിനുള്ളിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. ബിഗ് ബാങ് ശേഷം പുറപ്പെട്ട ആ ആദ്യ പ്രകാശത്തിന്റെ ലോകത്തിലാണ് ഇന്നും മനുഷ്യരാശി നിലകൊള്ളുന്നത്.